ശ്രീ വി രാജേഷ്, പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗം ഇങ്ങനെയാണ് പുരോഗമിച്ചത്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമാണ് RSS പിന്തുടരുന്നത്. BJP ഉപയോഗിച്ച് RSS ഭരണതലത്തിൽ നുഴഞ്ഞുകയറുന്നു. നവഫാസിസം എന്ന പ്രമേയം ആദ്യമായി രാഷ്ട്രീയ പ്രമേയത്തിൽ ഉപയോഗിച്ചു. ക്ലാസിക്കൽ ഫാസിസത്തിൽ നിന്ന് അത് വ്യത്യസ്തമാണ്. ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം ഒരു അപരനെ ഉണ്ടാക്കുന്നു, ശത്രുവിനെ സൃഷ്ടിക്കുന്നു. ഇന്ത്യയിൽ അതിന്റെ രൂപമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. ഇങ്ങനെയാണ് പ്രകാശ് കാരാട്ടിന്റെ ഉദ്ഘാടന പ്രസംഗം പുരോഗമിക്കുന്നത്. അപ്പോൾ BJPയെ മുഖ്യ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്ന, അതേസമയം തന്നെ കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയ ലൈനിലേക്ക് CPM പോവുകയാണ്. അത് മുൻ നിലപാടിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമാണെന്നോ അല്ലെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ ലൈനല്ല പ്രകാശ് കാരാട്ടിനെന്നോ ഒക്കെ ഉള്ള കൺഫ്യൂഷൻ BJPക്കുണ്ടോ? അഭിലാഷേ, ഞാനിന്ന് രാവിലെ ശ്രീ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗം മുതൽ ഇതുവരെയുള്ള CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പുരോഗതി കിട്ടിയ സമയത്തിലൊക്കെ തന്നെ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. രാവിലെ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗം തുടങ്ങിയത് മുതൽ അദ്ദേഹം തുടങ്ങിയത് ട്രംപിൻ്റെ ഭരണരീതിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു. അതിനുശേഷം ചൈനയിലെ ചില കാര്യങ്ങളൊക്കെ പരാമർശിച്ചു പോയി. എനിക്കതിൻ്റെ ആദ്യ ഭാഗം നല്ലൊരു ശതമാനം കേൾക്കാൻ സാധിച്ചു. ഇപ്പോൾ ഈ ഫാസിസത്തെക്കുറിച്ചുള്ള ചർച്ച ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, ഒരു 2-3 ആഴ്ച മുൻപ് തന്നെ കേരളത്തിൽ തുടങ്ങിയതാണ്. BJP സർക്കാർ ഫാസിസ്റ്റ് സർക്കാരല്ല, ഫാസിസത്തിലേക്ക് രാജ്യം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവരിപ്പോൾ നിൽക്കുന്നത്. ഈ വിഷയത്തിന് വലിയ സമയം കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വലുതായിട്ട് BP കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഒരു കാരണവശാലും BJPയുടെ നേതൃത്വത്തിൽ എവിടെയെങ്കിലുമുള്ള, അതൊരു പഞ്ചായത്തായിക്കോട്ടെ, രാജ്യത്തിലായിക്കോട്ടെ, സംസ്ഥാനങ്ങളിലായിക്കോട്ടെ, ഫാസിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന് ആർക്കും പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു സാഹചര്യം എത്തിയിരിക്കുന്നത് കൊണ്ടാണ് CPMന് അങ്ങനെയുള്ളൊരു മാറ്റം വരുത്തേണ്ട സാഹചര്യം. ഇപ്പോൾ 10 വർഷം കംപ്ലീറ്റ് ചെയ്ത് 11 വർഷം കംപ്ലീറ്റ് ചെയ്തു. 15 വർഷം ഭരിക്കുവാനുള്ള അവകാശമാണ് ജനങ്ങൾ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ലോകത്ത് പല രാജ്യങ്ങളിലും ഭരണപക്ഷം പ്രതിപക്ഷത്താകുമ്പോൾ ഇന്ത്യയിൽ നരേന്ദ്രമോദി ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ ചെറിയൊരു ഭൂരിപക്ഷത്തിൻ്റെ കുറവ് ഞങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എന്ന് സമ്മതിക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയും ഇത് ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പരിഹസിക്കുമെന്നുള്ള അവസ്ഥ വന്നതുകൊണ്ടാണ്. എന്നാൽ ആ വാക്ക് അവർക്ക് മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളിതിൽ വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല. കാരണം CPM കേരളത്തിലിരുന്നത് ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണെന്ന് പറഞ്ഞാലും അല്ലെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ ഭരണം കൃത്യമായിട്ട് ജനകീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. അത് യോഗി ആദിത്യനാഥും ഭരിക്കും, നരേന്ദ്രമോദിയും ഭരിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെയൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കുന്നില്ല.